ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കീമിൻ്റെ റിസൾട്ടൊക്കെ വന്നു. അപ്പോൾ അതനുസരിച്ച് ചില ആൾക്കാർക്ക് കീമിൻ്റെ ക്വാളിഫൈ ആയി, പക്ഷേ ലോ റാങ്കാണ്. ചില ആൾക്കാർക്ക് റാങ്കേ കിട്ടിയിട്ടില്ല, കീം ക്വാളിഫൈ ആയിട്ടില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ മൊത്തം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ ക്ലിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഫസ്റ്റ് പറയാൻ പോണത് കീമിൽ ആകെ 96,714 ആൾക്കാർ കീം എഴുതിയിട്ടുണ്ട്. അതിനകത്ത് 79,770 പേര് മാത്രമാണ് കീം ക്വാളിഫൈ ആയിട്ട്. അപ്പോൾ അത്ര പേര് കീം ക്വാളിഫൈ ആയിട്ടില്ല. അതുപോലെ തന്നെ ഈ ക്വാളിഫൈ ആയിട്ടുള്ള എല്ലാ ആൾക്കാരും ചേരുന്നില്ല. മനസ്സിലായോ? മിക്ക ആൾക്കാരും ഈ ടോപ്പ് റാങ്കിലുള്ള ഓൾമോസ്റ്റ് ആൾക്കാർ ചേരുന്നത് NIT, IIT അങ്ങനെ ഇതിലാണ്. കുസാറ്റ് അവിടെ ഇവിടെയൊക്കെ ഓൾമോസ്റ്റ് ആൾക്കാർ പോയി ചേരും. എല്ലാ ആൾക്കാരും എഞ്ചിനീയറിംഗ് ചേരണില്ല. കേരളത്തിൽ എഞ്ചിനീയറിംഗ് പഠിക്കാനാണ് ഒരു റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ ആഗ്രഹമുള്ള ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും സീറ്റ് കിട്ടും. അതിപ്പോൾ നിങ്ങൾക്ക് മാർക്കില്ലെങ്കിലും ക്വാളിഫൈ ആയാലും കിട്ടും. കാരണം അത്രയും എഞ്ചിനീയറിംഗ് കോളേജസ് കേരളത്തിൽ മാത്രമുണ്ട്. 170+ എഞ്ചിനീയറിംഗ് കോളേജാണ് കേരളത്തിലുള്ളത്. അപ്പം നിങ്ങൾക്കൊരു ആശ്വാസമായില്ലേ? നമ്മുടെ കേരളത്തിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജ്, പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജ്, ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് കോളേജസ് ഉണ്ട് നമ്മുടെ കേരളത്തിൽ. അപ്പോൾ ഗവൺമെന്റ് കോളേജ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ടോപ്പ് റാങ്ക് അങ്ങനെയുള്ളവർക്ക് കിട്ടും. പിന്നെ കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജ്, പ്രൈവറ്റ് കോളേജ്, ഇതിൽ നമ്മൾ കീം ക്വാളിഫൈ ആയാൽ തന്നെ നമുക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഓരോ കാറ്റഗറി, ഓരോ റിസർവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സീറ്റ് കിട്ടും. അതിപ്പോൾ ലോ ബ്രാഞ്ചസ് ആണെങ്കിലും നിങ്ങൾക്ക് സീറ്റ് കിട്ടും. സീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്, പക്ഷേ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കിട്ടാൻ ചാൻസ് കുറവാണ്. അടുത്തതായിട്ട് കീമിന് റാങ്ക് കുറവുള്ളവർ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. 3 കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റത്തെ റിപ്പീറ്റ്. ഇപ്പം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ ആൾക്കാർ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ, നിങ്ങൾ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ അത്രയും പാഷനേറ്റ് ആണെങ്കിൽ മാത്രം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ 1 ഇയർ വേസ്റ്റ് ആവും. ഓക്കെ, 1 ഇയർ നിങ്ങളുടെ വേസ്റ്റ് ആവും. അതുകൊണ്ട് നിങ്ങൾ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ അത്രയും ഒരു പാഷനേറ്റ് ആണെങ്കിൽ മാത്രം റിപ്പീറ്റിന് പോയാൽ മതി. അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും വീട്ടിലിരുന്ന് ഒറ്റയ്ക്ക് ചെയ്തിട്ട് നിങ്ങൾ ചിന്തിക്കുമോ, യൂട്യൂബ് ക്ലാസ്സസ് ഉണ്ട്, വീട്ടിലിരുന്ന് ഞാൻ അങ്ങനെ ചെയ്യും. പക്ഷേ അങ്ങനെ ചെയ്യണ പിള്ളേരുടെ ശതമാനം ഭയങ്കര കുറവാണ്. അങ്ങനെ ചെയ്ത ആൾക്കാരൊന്നും അധികം റാങ്കിൽ എത്തിയിട്ടില്ല. കാരണം നമ്മളൊരു 1 മന്ത് 2 മന്ത് നമ്മൾ ഭയങ്കര എൻഗേജഡ് ആയിട്ടുണ്ട് യൂട്യൂബ് നോക്കിയാൽ, പിന്നെ നമ്മുടെ മൈൻഡ് ഡൈവേർട്ട് ആവും. മനസ്സിലായി? അതുപോലെ തന്നെ കീം റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, ഞാൻ പറയുന്നത് കീമൊന്നും റിപ്പീറ്റിന് പോകണ്ടെന്നാണ്. പക്ഷേ കീം റിപ്പീറ്റ് ചെയ്യാനുള്ള ആൾക്കാർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നല്ലൊരു കോച്ചിങ് സെൻറ്റർ കണ്ടുപിടിച്ച് അവിടെ പോയി ചേരാം. അടുത്ത ഓപ്ഷൻ എന്താണെന്ന് ചൂസ് ബെസ്റ്റ് ഓപ്ഷൻ. ഇപ്പം നിങ്ങൾ കീമിൽ ലോ റാങ്ക് ആണെങ്കിലും നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഇപ്പം എല്ലാ ഭയങ്കര ഹൈടെക് ഫാക്കൽറ്റി ഭയങ്കര ഹൈ ആയിട്ടുള്ള കോളേജിൽ കിട്ടാൻ നിങ്ങൾക്ക് ചാൻസ് ഇല്ല. പക്ഷേ നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ നല്ലത് തന്നെ ചില എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട്, റാങ്ക് കുറഞ്ഞ ആൾക്കാർ എടുക്കും. അങ്ങനെ ഉള്ള കോളേജസിൽ ഇത്തിരി ബെറ്റർ ആയിട്ടുള്ള കോളേജ് നിങ്ങൾ തന്നെ ചൂസ് ചെയ്ത് എടുക്കണം. അത് നമ്മൾ തന്നെ അന്വേഷിച്ച് അതിൻ്റെ കാര്യങ്ങൾ ഇപ്പം ഞാൻ ചെയ്യുന്ന ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ, ഒരു കോളേജ് ഇപ്പം നമ്മൾ ഗൂഗിളും ഇതിലൊക്കെ നോക്കുമ്പോൾ കോളേജ് അടിപൊളി അങ്ങനെ ഇങ്ങനെയൊക്കെ ഇവർ പറഞ്ഞു കൊടുക്കും. പക്ഷേ നമുക്ക് അതിൻ്റെ റിയാലിറ്റി അറിയണമെങ്കിൽ ആ കോളേജിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പോവാം. ഇൻസ്റ്റഗ്രാം പേജിൽ പോയിട്ട് അതിനകത്ത് ഇങ്ങനെ അവർ ഇടണ ഇതിൽ കമൻറ്റും ഫോളോയിങ്ങും അങ്ങനെ കുറച്ചും കൂടെ എൻഗേജ്ഡ് ആയിട്ടുള്ളത് ആരാണ്, എന്നിട്ട് അവർക്ക് പേഴ്സണലി മെസ്സേജസ് എങ്ങനെയുണ്ട്, കോളേജ് അറ്റ്മോസ്ഫിയർ എങ്ങനെയുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കുന്നത്. ഞാൻ അങ്ങനെയാണ് ഓരോന്നും സെലക്ട് ചെയ്യണത്. അങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് കോളേജസ് സെലക്ട് ചെയ്യാൻ പറ്റും. കുറവാണെങ്കിലും ആ കുറവിൽ നിങ്ങൾ എങ്ങനെയെന്ന് നോക്കിയിട്ട് ബെസ്റ്റ്. ഇപ്പം ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് ഏകദേശം എല്ലാ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ കട്ട് ഓഫ് എത്രയാണ്. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് നോക്കി ഏകദേശം അത് ആക്യുറേറ്റ് അത് തന്നെ ആയിരിക്കില്ല, ഒന്ന് കയറിയോ ഒന്ന് ഇറങ്ങിയോ ഇരിക്കുള്ളൂ. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകും. അടുത്തത് ലീവ് എഞ്ചിനീയറിംഗ് ഫീൽഡ്. ഈ ഫീൽഡേ തന്നെ മാറിക്കോളാം. സത്യം ഞാൻ പറയുന്നത് വെച്ചാൽ, ഈ ഫീൽഡേ തന്നെ മാറിക്കോളാം. നിങ്ങൾക്ക് അത്രയും കുറവാണെങ്കിൽ നിങ്ങൾ അധികം പാഷനേറ്റ് അല്ല, എന്തെങ്കിലും കോഴ്സ് എടുത്താൽ മതി എന്ന് വെച്ചാൽ എഞ്ചിനീയറിംഗ് എടുക്കണമെങ്കിൽ എടുക്കരുത്. അത്രയും പാഷനേറ്റ് ആണെങ്കിൽ മാത്രം എടുത്താൽ മതി. അതല്ല അത്രയും പാഷനേറ്റ് അല്ല, കീമിൽ റാങ്ക് കുറവാണ്, ഇനിയിപ്പോൾ എന്തെങ്കിലും കഷ്ടപ്പെട്ട് എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കണോ അങ്ങനെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ എഞ്ചിനീയറിംഗ് ഫീൽഡേ മാറിക്കോളും. നിങ്ങൾ വേറെ ഡിഗ്രി ഓപ്ഷൻസ് നോക്കിക്കോ. ഡിഗ്രി ഓപ്ഷൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള സബ്ജക്റ്റ് അത് വെച്ച് ഡിഗ്രി പഠിച്ചിട്ട് നിങ്ങൾക്ക് ആ വഴി കൂടെ ഗവൺമെൻറ് കോളേജസ് ആ വഴി കൂടെ നിങ്ങൾക്ക് PSC എഴുതി SSC CGL അങ്ങനെ കുറച്ച് എക്സാംസ് ഒക്കെ ഉണ്ട്. അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ മെസ്സേജ് കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത വീഡിയോ ചെയ്യാം. അങ്ങനെയൊക്കെ ഉള്ള മേഖലയിലോട്ട് നിങ്ങൾ എന്തെങ്കിലും ഡിഗ്രി പഠിച്ചിട്ട് അങ്ങനെ എത്താനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ കീമിൻ്റെ റിസൾട്ട് ഒരിക്കലും നിങ്ങളുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യില്ല. ഓക്കെ, അടുത്ത നമ്മുടെ വീഡിയോ ആണ് നോ ക്വാളിഫൈങ് കീം. കീം ക്വാളിഫൈ ചെയ്യാത്തവർ എന്ത് ചെയ്യും? നിങ്ങൾ കീമല്ല എഞ്ചിനീയറിംഗ് തന്നെ നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ മാനേജ്മെൻറ്റ് സീറ്റ്, NRI സീറ്റ് ഇത് രണ്ടും എടുക്കാം. പക്ഷേ ഇതിൻ്റെ ഇത് വന്നു വെച്ചാൽ, മാനേജ്മെൻറ്റ് സീറ്റും NRI സീറ്റും ഇത്തിരി ഹൈലി എക്സ്പെൻസീവ് ആണ്. മാനേജ്മെൻറ്റ് സീറ്റ് കുറച്ചും കൂടെ ഇതാണ്, പക്ഷേ NRI സീറ്റ് ഹൈലി എക്സ്പെൻസീവ് ആണ്. അതുപോലെ തന്നെ NRI സീറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ തന്നെ ഒരു സ്പോൺസർ വേണം. ക്ലിക്കായോ? അങ്ങനെ തന്നെ. അപ്പോൾ നിങ്ങൾ അത്രയും ഇതാണെങ്കിൽ NRI സീറ്റ് എടുക്കാം, നോക്കാം, മാനേജ്മെൻറ്റ് സീറ്റ് നോക്കാം. പക്ഷേ
ഇത് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കോളേജസിൻ്റെയും ഓൾമോസ്റ്റ് ടോപ്പ് എല്ലാ എഞ്ചിനീയറിംഗ് കോളേജസിൻ്റെയും മാനേജ്മെൻറ്റ് സീറ്റ് ഫില്ലായി എന്നാണ് തോന്നുന്നത്. കാരണം മുത്തൂറ്റിൻ്റെ ഒക്കെ ഫില്ലായി അങ്ങനെയാണ് തോന്നണത്, പ്രൈവറ്റ് കോളേജസിൻ്റെ ഒക്കെ. എന്തായാലും നിങ്ങൾ അവരെന്തായാലും കോൺടാക്ട് ചെയ്ത് നോക്ക്, ഉണ്ടെങ്കിൽ കിട്ടും. അതല്ലെങ്കിൽ ലാസ്റ്റത്തെ ഓപ്ഷൻ സ്പോട്ട് അലോട്ട്മെൻറ്റ്. ഇപ്പോൾ ഓരോ ഈ എഞ്ചിനീയറിംഗ് ഓഗസ്റ്റിൽ ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്ക് ആകുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു പ്രോസസ്സ് തീരും. പിന്നെ ഉള്ളത് ബാക്കി വേക്കൻറ്റ് സീറ്റ് ഓരോ കോളേജസ് സ്പോട്ട് അഡ്മിഷൻ ഇടും. അപ്പോൾ സ്പോട്ട് അഡ്മിഷൻ ഇടുമ്പോൾ അവർ ഓരോ കോളേജസ് വെബ്സൈറ്റിലോ അങ്ങനെ ഇങ്ങനെയൊക്കെ കൊടുക്കും സ്പോട്ട് അലോട്ട്മെൻറ്റ്. അപ്പോൾ അതിൽ സീറ്റ് വേക്കൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചേരാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ടാകും. ഇതൊക്കെ എഞ്ചിനീയറിംഗ് ഫീൽഡ് അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം എടുത്താൽ, അല്ലാത്തവർ പോയി ചേരും. ബ്രാഞ്ചസിൻ്റെ അതിൻ്റെയൊക്കെ ഏതൊക്കെ സബ്ജക്റ്റ് വൈസ് അതിനകത്ത് പഠിക്കാനുണ്ട് എന്നായിരിക്കും നമ്മൾ അടുത്ത് ചെയ്യാൻ പോണ വീഡിയോ. അങ്ങനെ ഒരു വീഡിയോ വേണമെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ താഴത്ത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാലാണ് ഞാൻ ഇങ്ങനത്തെ കീം റിലേറ്റഡ് കുസാറ്റ് റിലേറ്റഡ് കണ്ടന്റൊക്കെ എനിക്ക് ചാനൽ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ അത്രയുള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എന്ത് കമൻറ്റ് ഇട്ടാലും ഞാൻ റിപ്ലൈ തരുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിച്ചാൽ. നമ്മുടെ വീഡിയോ അത്രയുള്ളൂ. ടാറ്റാ.